Dear HSA aspirants, welcome back to TOS Academy. HSA നാച്ചുറൽ സയൻസ് എക്സാം പ്രിപ്പറേഷൻസിൽ സുവോളജി പാർട്ടിൽ നിന്നുള്ള രണ്ട് ഗോൾഡൻ ടോപ്പിക്സ് ആണ് ടോസ് അക്കാഡമി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടോസ് അക്കാഡമിയിൽ കേറ്റഡ്, സെറ്റ്, നെറ്റ്, സിടെറ്റ്, HSST ക്ലാസ്സുകൾക്കൊപ്പം HSA എക്സാംസിനായിട്ടുള്ള ഓൺലൈൻ ബാച്ചസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഡീറ്റെയിൽസിനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഗോൾഡൻ ടോപ്പിക്സ് എന്ന് നമ്മൾ ഈ ഒരു ഏരിയനെ വിളിക്കാനുള്ള കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് ആണിവ. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അച്ഛന്റെ രക്തഗ്രൂപ്പ് എയും അമ്മയുടെ രക്തഗ്രൂപ്പ് ബിയും ആയ അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ രക്തഗ്രൂപ്പ്. സോ രക്തഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഏരിയ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത്. കോശചക്രം, കോശവിഭജനത്തിൽ ഡിഎൻഎയുടെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, കോശചക്രത്തിന്റെ ശരിയായ ക്രമം. അടുത്ത ക്വസ്റ്റ്യൻ, ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സ് ഏതാണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്ന രണ്ട് ഗോൾഡൻ ടോപ്പിക്സ്, ഫസ്റ്റ്ലി അബൌട്ട് ബ്ലഡ് ഗ്രൂപ്പ്സ്, രക്തഗ്രൂപ്പുകളെ പറ്റിയിട്ടും രണ്ടാമത് നമ്മൾ കാണുന്നത് ക്രമഭംഗം, കോശചക്രത്തിലെ ക്രമഭംഗത്തെ പറ്റി, മൈറ്റോസിസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി മനസ്സിലാക്കാം. ബ്ലഡ് ഗ്രൂപ്പുകളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റിൽ തുടങ്ങാം. നമുക്ക് പ്രധാനമായും 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത്. എ, ബി, എ ബി ആൻഡ് ഒ. ഈ ഒരു 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് നമുക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഇത്തരത്തിൽ രക്തഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻഡ്സ്റ്റൈനർ. വർഷം 1901. കാൾ ലാൻഡ്സ്റ്റൈനർ 1901. അദ്ദേഹം 1901 ABO രക്തഗ്രൂപ്പ് നിർണയം നടത്തി. ABO ബ്ലഡ് ഗ്രൂപ്പ് നിർണയം നടത്തി കാൾ ലാൻഡ്സ്റ്റൈനർ 1901. അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടുപിടുത്തത്തിന് 1930 നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. 1930 ബ്ലഡ് ഗ്രൂപ്പുകളുടെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. നമ്മുടെ രക്തഗ്രൂപ്പുകൾ എ, ബി, എ ബി ആൻഡ് ഒ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞു. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ അരുണരക്താണുക്കളുടെ ഉപരിതലത്തിൽ, നമ്മുടെ RBCയുടെ സർഫസിൽ ആന്റിജനുകളായിട്ടുള്ള എയും ബിയും പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നതിന്റെ ബേസിലാണ് നമ്മുടെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. RBCകളുടെ സർഫസിൽ എ ആന്റിജനോ ബി ആന്റിജനോ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നതിന്റെ ബേസിലാണ് നമ്മൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 3 പോയിന്റുകളാണ്. കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് ABO രക്തഗ്രൂപ്പ് നിർണയം നടത്തിയ വ്യക്തി. അദ്ദേഹം രക്തഗ്രൂപ്പ് നിർണയം ആദ്യമായി നടത്തിയ വർഷമാണ് 1901. അദ്ദേഹത്തിന് ഈ ഒരു കണ്ടുപിടുത്തത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് 1930. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് ഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്നത്? നമ്മുടെ RBCയുടെ ഉപരിതലത്തിൽ, സർഫസിൽ കാണുന്ന രണ്ട് ആന്റിജനുകൾ എ ആന്റിജനും ബി ആന്റിജനും, ഇത് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ABO രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നമ്മുടെ അടുത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എ ബി എന്ന് മാത്രമല്ലല്ലോ പറയുന്നത്. എ പോസിറ്റീവ് അല്ലെങ്കിൽ ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാനായി പോകുന്നത് ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് അതെന്താണെന്നാണ്. ഇതിൽ പ്രസന്റ് ആയിട്ടുള്ള, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ പ്രസന്റ് ആയിട്ടുള്ള RH ഫാക്ടറിന്റെ ബേസിലാണ് നമ്മൾ RH ഫാക്ടർ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എന്നും RH ഫാക്ടർ ആബ്സെന്റ് ആണെങ്കിൽ നെഗറ്റീവ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ ഒരു RH ഫാക്ടർ എന്ന് മനസ്സിലാക്കാം. RH ഫാക്ടറും കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ തന്നെയാണ്. രക്തത്തിൽ ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തന്നെയാണ് രക്തത്തിലെ RH ഘടകവും കണ്ടെത്തിയത്. കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് RH ഫാക്ടർ കണ്ടെത്തിയത്. റീസസ് കുരങ്ങുകളിൽ കാണപ്പെടുന്ന RH ആന്റിജനുകൾക്ക് സമാനമായ ഒരു ആന്റിജൻ നമ്മൾ മനുഷ്യരിലും നമ്മുടെ അരുണരക്താണുക്കളുടെ ഉപരിതലത്തിലും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ RH ഫാക്ടർ അല്ലെങ്കിൽ റീസസ് ഫാക്ടർ, റീസസിന്റെ ആദ്യത്തെ 2 സ്പെല്ലിംഗ് RH, ഈ ഒരു പേരിലാണ് നമുക്ക് ഈ ഒരു RH ഫാക്ടർ കിട്ടുന്നത്. റീസസ് ഫാക്ടർ RH ഫാക്ടർ 1940 റീസസ് കുരങ്ങുകളുടെ രക്തത്തിൽ കണ്ടെത്തി. കുരങ്ങുകളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, RH ഫാക്ടർ എന്ന്. ഇപ്പൊ RH ആന്റിജൻ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ RH പോസിറ്റീവ് എന്നും
അതില്ലാത്തവരെ നമ്മൾ RH നെഗറ്റീവ് എന്നും വിളിക്കുന്നു. ഇപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ആന്റിജൻ ആയിട്ടുള്ള RH ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എ പോസിറ്റീവ് എന്ന് പറയും. ഇപ്പം ആ ഒരു വ്യക്തിയിൽ RH ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ RH നെഗറ്റീവ്, അതായത് എ നെഗറ്റീവ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? രക്തത്തിലെ RH ഘടകം കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ. അദ്ദേഹം തന്നെയാണ് രക്തഗ്രൂപ്പ് നിർണയം നടത്തിയ വ്യക്തിയും. റീസസ് ഫാക്ടർ എന്നാണ് RHന്റെ ഫുൾ ഫോം വരുന്നത്. റീസസ് ഫാക്ടർ ഈ ഒരു പേര് വന്നിരിക്കുന്നത് കുരങ്ങുകളുടെ രക്തത്തിൽ കാണുന്ന RH ആന്റിജനുകൾക്ക് സമാനമായ ഒരു ആന്റിജൻ നമ്മുടെ അരുണ രക്താണുക്കളുടെ ഉപരിതലത്തിലും കാണപ്പെടുന്നുണ്ട്. 80% ഓഫ് ആൾക്കാരിൽ ഇത്തരത്തിലുള്ള ആന്റിജൻസ് RH ഫാക്ടർ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ RH കുരങ്ങളിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് കൊണ്ട് നമ്മൾ അതിനെ RH ഫാക്ടർ, റീസസ് കുരങ്ങളിൽ കണ്ടെത്തി, അതുകൊണ്ട് നമ്മൾ അതിനെ RH ഫാക്ടർ എന്ന് വിളിക്കുന്നു. RH ആന്റിജൻ പ്രസന്റ് ആണെങ്കിൽ RH പോസിറ്റീവ് എന്നും, RH ഫാക്ടർ നെഗറ്റീവ് ഇല്ല എങ്കിൽ നമ്മൾ അതിനെ RH നെഗറ്റീവ് എന്നും വിളിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാനായി പോകുന്നത് ആന്റിജനുകളെ പറ്റിയും ആന്റിബോഡികളെ പറ്റിയുമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ഘടകത്തെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത്. രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ഘടകം, ഇപ്പോൾ 2 ആന്റിജൻസ് ആണുള്ളത്, ആന്റിജൻ എയും ആന്റിജൻ ബിയും. ആന്റിജൻ എ അല്ലെങ്കിൽ എ ബി പ്രസന്റ് ആണ്, ആബ്സെന്റ് ആണ് എന്നതിന്റെ ബേസിലാണ് നമ്മൾ ആ ഒരു രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്നത്. ഈ ആന്റിജനുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡീസ്. പ്ലാസ്മയിൽ കാണുന്ന ആന്റിജൻസിനെതിരെ പ്രവർത്തിക്കുന്ന രക്തത്തിലെ പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീൻസിനെയാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇത് മനസ്സിലാക്കാം. അരുണ രക്താണുക്കളിൽ കാണുന്ന പ്രോട്ടീൻ ആണ് ആന്റിജനുകൾ. ആന്റിജനുകൾ 2 തരമാണുള്ളത്, ആന്റിജൻ എയും ആന്റിജൻ ബിയും. ഇവ ഓരോന്നിന്റെയും സാന്നിധ്യവും അസാന്നിധ്യവുമാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്നത്. ആന്റിജനുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ബ്ലഡ് പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീൻ ആണ് ആന്റിബോഡി. 2 ആന്റിബോഡീസ് ആണുള്ളത്, ആന്റിബോഡി എ ആൻഡ് ആന്റിബോഡി ബി. രക്തഗ്രൂപ്പുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഓരോ ബ്ലഡ് ഗ്രൂപ്പുകൾ. നമുക്കറിയാം 4 ബ്ലഡ് ഗ്രൂപ്പ് എ ബി എ ബി ഒ. അതുപോലെ തന്നെ ആന്റിജൻ, ആന്റിബോഡി, അത് ആർക്കൊക്കെ കൊടുക്കാം, ഡൊണേറ്റ് ചെയ്യാം, ദാതാവ്, ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ള കാര്യം, ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ്ലി നമുക്ക് രക്തഗ്രൂപ്പ് എ എടുക്കാം. രക്തഗ്രൂപ്പ് എ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏത് ആന്റിജൻ പ്രസന്റ് ആണ് എന്നതിന്റെ ബേസിലാണല്ലോ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിനെ പേര് വിളിക്കുന്നത്. സോ രക്തഗ്രൂപ്പ് എയിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്റിജൻ ആണ് രക്തഗ്രൂപ്പിന് ആ പേര് കൊടുക്കുന്നത്. സോ ഇവിടെ രക്തഗ്രൂപ്പ് എയിൽ കാണുന്ന ആന്റിജൻ ആണ് എ. രക്തഗ്രൂപ്പ് എയിൽ കാണുന്ന ആന്റിജൻ എ ആണ്. ദെൻ രക്തഗ്രൂപ്പ് ബിയിൽ കാണുന്ന ആന്റിജൻ ഏതായിരിക്കും? രക്തഗ്രൂപ്പ് ബിയിൽ കാണുന്ന ആന്റിജൻ ബി ആയിരിക്കും. ദെൻ ഇതിന്റെ പേരിലാണ് നമ്മൾ രക്തഗ്രൂപ്പിന് എ ബി എന്നൊക്കെ പേര് കൊടുക്കുന്നത്. സോ രക്തഗ്രൂപ്പ് എ ബിയിൽ കാണുന്ന ആന്റിജൻസ് ആണ് എ ആൻഡ് ബി. എ ആൻഡ് ബി കാണപ്പെടുന്നുണ്ട്. ദെൻ രക്തഗ്രൂപ്പ് ഒയിൽ കാണുന്ന ആന്റിജൻ, രക്തഗ്രൂപ്പ് ഒയിലെ ആന്റിജൻസ് ആബ്സെന്റ് ആണ്, ഒരു ആന്റിജൻ പോലും ഇല്ല. ഒയിലെ ആന്റിജൻസ് ആബ്സെന്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഏത് ആന്റിജൻ ആണ് ബ്ലഡ് ഗ്രൂപ്പിൽ പ്രസന്റ് ആയിട്ടുള്ളത് എന്നതിന്റെ ബേസിലാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിന് നെയിം കൊടുക്കുന്നത്. സോ രക്തഗ്രൂപ്പ് എയിൽ കാണുന്ന ആന്റിജൻ എയും ബിയിൽ കാണുന്ന ആന്റിജൻ ബിയും, എ ബിയിൽ 2 ആന്റിജൻസ് എയും ബിയും കാണപ്പെടുന്നു. ഓ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻസ് ആബ്സെന്റ് ആണ്. ഇവിടെ തന്നെ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉള്ള പോസിബിലിറ്റി നമുക്ക് കാണാം. ആന്റിജൻ കാണപ്പെടാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏത്? ആന്റിജൻ കാണപ്പെടാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഓ ബ്ലഡ് ഗ്രൂപ്പിലാണ് ആന്റിജൻസ് ആബ്സെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആന്റിബോഡീസിലോട്ട് പോകാം. ആന്റിബോഡീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ എ ആന്റിജൻ ഉള്ള ബ്ലഡ് ഗ്രൂപ്പിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി ആന്റിബോഡി ആയിരിക്കും ഉള്ളത്. ബി ആന്റിബോഡി എവിടെയായിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്? പ്ലാസ്മയിലായിരിക്കും ആന്റിബോഡീസ് പ്രസന്റ് ആയിട്ടുള്ളത്. എ ആന്റിജൻ ആണെങ്കിൽ അവിടുത്തെ ആന്റിബോഡി ബി ആയിരിക്കും. ഇപ്പോൾ എ ആന്റിജൻ ഉള്ളിടത്ത് എ ആന്റിബോഡി തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. ആന്റിബോഡി എ ആന്റിജൻ എയുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. നമുക്ക് അടുത്ത സ്ലൈഡിൽ അഗ്ലൂട്ടിനേഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ ഓർക്കുക, ആന്റിജന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും കാണപ്പെടുന്നത്. സോ രക്തഗ്രൂപ്പ് എയിലെ ആന്റിജൻ എ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അവിടുത്തെ ആന്റിബോഡി ബി ആയിരിക്കും. ദെൻ ബിയിലെ ആന്റിബോഡി അപ്പോൾ ഏതായിരിക്കും? ബിയിലെ ആന്റിബോഡി
എ ആയിരിക്കും. ഇനി നമുക്ക് എ ബി ബ്ലഡ് ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ഇവിടെ രണ്ട് ആന്റിജൻസും പ്രസന്റ് ആണ്. എ ആൻഡ് ബി ആന്റിജൻസ് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആന്റിബോഡീസ് ഒന്നും കാണപ്പെടുന്നില്ല. ഒരു ആന്റിബോഡിയും എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്നില്ല. പോയിന്റ് ഓർക്കുക, രണ്ട് ആന്റിജൻ എ ആൻഡ് ബി ആന്റിജൻസ് എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ പ്രസന്റ് ആയതുകൊണ്ട് അവിടെ ആന്റിബോഡീസ് പ്രസന്റ് അല്ല. ഒരു ആന്റിബോഡി പോലും എ ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ബ്ലഡിൽ കാണപ്പെടുന്നില്ല. സോ അടുത്തതിലേക്ക് പോകുന്നു. ഓ ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജൻസ് ആബ്സെന്റ് ആണ്. ആന്റിജൻസ് ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ആന്റിബോഡിയും കാണപ്പെടുന്നു. ഇവിടെ രണ്ട് ആന്റിബോഡി എ ആൻഡ് ബി ആന്റിബോഡീസ് ഓ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ കാണപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ആർക്കൊക്കെ കൊടുക്കാം, ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാം എന്നുള്ള കാര്യമാണ്. എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് അവരുടെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിനും കൊടുക്കാം. അതുപോലെ തന്നെ എ ബി ബ്ലഡ് ഗ്രൂപ്പിനും ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കും. ആർക്കൊക്കെ കൊടുക്കാം? എ രക്തഗ്രൂപ്പിലുള്ളവർക്ക് രക്തഗ്രൂപ്പിലുള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എ ബി രക്തഗ്രൂപ്പിലുള്ളവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവർക്ക് എയിൽ നിന്നും ഓ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും മാത്രമേ അവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലിയർ ആണോ? ആർക്കൊക്കെ കൊടുക്കാം? എയ്ക്കും എ ബിക്കും കൊടുക്കാം. അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എയിൽ നിന്നും ഒയിൽ നിന്നും മാത്രമായിരിക്കും. ദെൻ ബി ബ്ലഡ് ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ അവർക്ക് അവരുടെ തന്നെ ആന്റിജൻ ഉള്ള ബിക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നതോ അവരുടെ ആന്റിജൻ മാത്രമുള്ള ബിയിൽ നിന്നോ അല്ലെങ്കിൽ ആന്റിജൻസ് ഒന്നുമില്ലാത്ത ഓയിൽ നിന്നോ മാത്രമേ അവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എ ബിയുടെ കേസിലോട്ട് വരുമ്പോൾ എ ബിക്ക് എ ബി ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമാണ് ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. എ ബി ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമാണ് എ ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് രക്തം കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എ ബി ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും രക്തം സ്വീകരിക്കാം. എല്ലാവരിൽ നിന്നും, എയിൽ നിന്നാണെങ്കിലും ബിയിൽ നിന്നാണെങ്കിലും എ ബിയിൽ നിന്നാണെങ്കിലും ഒയിൽ നിന്നാണെങ്കിലും എല്ലാം രക്തം സ്വീകരിക്കാനായിട്ട് സാധിക്കും. എ ബി ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവരിൽ നിന്നും രക്തം സ്വീകരിക്കാനായിട്ട് പറ്റും. 4 ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരിൽ നിന്നും രക്തം സ്വീകരിക്കാനായിട്ട് പറ്റും. ദെൻ അടുത്തത് നമ്മൾ ഓയിലോട്ട് പോകുന്നു. ഓ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻസ് ഒന്നുമില്ല. സോ അവർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. ഓ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക്, എ ബ്ലഡ് ഗ്രൂപ്പിന്, ബി ബ്ലഡ് ഗ്രൂപ്പിന്, എ ബി ബ്ലഡ് ഗ്രൂപ്പിന്, ഇത്രയും ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് 4 ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഓ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവർക്ക് ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ പറയാം. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്കിനി കാണാം. നമ്മൾ പറഞ്ഞതിന്റെ ബേസിൽ ആ പോയിന്റ്സിനെ മാത്രം നമുക്കൊന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കാണാം. നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് എന്നത്, ഇപ്പൊ നമ്മൾ എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ എ സൂചിപ്പിക്കുന്നത് അവരുടെ ആന്റിജനെയാണ്. സോ എ ഗ്രൂപ്പ് രക്തമുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജൻ എ ആയിരിക്കും. ഈ ഒരു ആന്റിജന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി ആയിരിക്കും അവരുടെ ആന്റിബോഡി ആയിട്ട് വരുന്നത്. എ രക്തമുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി ബി ആയിരിക്കും, ആന്റിബോഡി ബി. അപ്പോൾ ബി ഗ്രൂപ്പ് രക്തമുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജൻ ഏതായിരിക്കും? ആന്റിജൻ ബി ആയിരിക്കും. അവരുടെ ആന്റിബോഡി എ ആയിരിക്കും. ബി ഗ്രൂപ്പ് രക്തമുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജൻ ബിയും ബി ഗ്രൂപ്പ് രക്തമുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി എയുമായിരിക്കും. ദെൻ സാർവത്രിക ദാതാവ്, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഒ ഗ്രൂപ്പാണ്. ഒ ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും, 4 ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്കും രക്തം ദാനം ചെയ്യാനായിട്ട്, ഡൊണേറ്റ് ചെയ്യാനായിട്ട്, കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒ ബ്ലഡ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത് സാർവിക അല്ലെങ്കിൽ സാർവത്രിക ദാതാവ് എന്നാണ് ഒ ബ്ലഡ് ഗ്രൂപ്പ് അറിയുന്നത്. ദെൻ സാർവത്രിക സ്വീകർത്താവ്, ആരിൽ നിന്ന് വേണമെങ്കിലും രക്തം സ്വീകരിക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് എ ബി ബ്ലഡ് ഗ്രൂപ്പാണ്. കാരണം എയിൽ നിന്നും ബിയിൽ നിന്നും ഒയിൽ നിന്നും എ ബിയിൽ നിന്നും എ ബി രക്തഗ്രൂപ്പ് ഉള്ളവർക്ക് രക്തം സ്വീകരിക്കാനായി, റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവർ അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ അക്സെപ്റ്റർ അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് എന്നായിരിക്കും അവര് അറിയപ്പെടുന്നത്. ദെൻ
ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ബ്ലഡ് ഗ്രൂപ്പ്. O ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻസ് ആബ്സെന്റ് ആണ്. ആന്റിബോഡീസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് AB ഗ്രൂപ്പ്. AB ഗ്രൂപ്പിൽ ആന്റിബോഡീസ് ആബ്സെന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ടേബിളിൽ പഠിച്ചത്. ബ്ലഡ് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ജനറൽ പോയിന്റ്സ് കൂടി നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവും കുറവ് ആളുകളിൽ കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവുമാണ്. AB പോസിറ്റീവ് അല്ല, AB നെഗറ്റീവ്. ഏറ്റവും കുറവ് ആളുകളിൽ കാണുന്നത് AB നെഗറ്റീവ്, കൂടുതൽ ആളുകളിൽ കാണുന്നത് O പോസിറ്റീവ്. AB നെഗറ്റീവിനേക്കാളും റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് മുംബൈയിലാണ് ആദ്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്തത്. ഈ മറ്റ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകളിലൊക്കെ കാണുന്ന H ആന്റിജൻ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ ഉണ്ടാവത്തില്ല. മ്യൂട്ടേഷൻ കാരണം അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് കാണപ്പെടുന്നത്. ദെൻ ഒരു പ്രാവശ്യം നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന രക്തത്തിന്റെ അളവ് 300 ml ആണ്. മില്ലി ലിറ്റർ 300 മില്ലി ലിറ്റർ രക്തമാണ് ഒരു സമയത്ത് നമുക്ക് ദാനം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. രക്തദാനം നടത്തുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകളാണ് കൊടുക്കുന്നതെങ്കിൽ അത് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് അഗ്ലൂട്ടിനേഷൻ. രക്തദാനം നടത്തുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ശരീരത്തിൽ B ഗ്രൂപ്പിൽ നിന്നുള്ള രക്തമാണ് കയറ്റുന്നതെങ്കിൽ ശരീരത്തിലെ ആന്റിജനുകൾ വരുന്ന രക്തത്തെ ഒരു അന്യവസ്തുവായിട്ട് കരുതുകയും അവയ്ക്കെതിരെ പൊരുതുകയും അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയും ഗ്രാജുവലി മരണം വരെ സംഭവിക്കുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. ലോക രക്തദാന ദിനം ജൂൺ 14, ദേശീയ രക്തദാന ദിനം നാഷണൽ ബ്ലഡ് ഡൊണേഷന്റെ ഒക്ടോബർ 1, വേൾഡ് ബ്ലഡ് ഡൊണേഷന്റെ ജൂൺ 14, നാഷണൽ ബ്ലഡ് ഡൊണേഷന്റെ ഒക്ടോബർ 1 ആണ്. ഈ ഒരു പോയിന്റ്സ് കൂടി നോട്ട് ചെയ്തിടുക. നമ്മുടെ ഫസ്റ്റ് ഗോൾഡൻ ടോപ്പിക് ആണ് രക്തഗ്രൂപ്പ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അച്ഛന്റെ രക്തഗ്രൂപ്പ് എയും അമ്മയുടെ രക്തഗ്രൂപ്പ് ബിയും ആയാൽ അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ രക്തഗ്രൂപ്പ്. ഓപ്ഷൻസ് എ ബി എ ബി ഒ, ഓപ്ഷൻ ബി എ ബി, ഓപ്ഷൻ സി എ ഒ, ഓപ്ഷൻ ഡി എ ബി ഒ. നമ്മുടെ ടേബിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എളുപ്പത്തിൽ പോകാം. ഓക്കെ, ഇവിടെ ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നു, ഇവിടെ മദർ ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ അച്ഛന്റെ രക്തഗ്രൂപ്പ് എയും അമ്മയുടെ രക്തഗ്രൂപ്പ് ബിയും ആണ് എങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ രക്തഗ്രൂപ്പ് അത് എ ആവാം, ബി ആവാം, എ ബി ആവാം, ഒ ആവാം. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എ ബി എ ബി ഒ. അപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ തന്നെ പഠിക്കുക. അച്ഛന്റെ രക്തഗ്രൂപ്പ് എയും അമ്മയുടെ രക്തഗ്രൂപ്പ് ബിയും ആയാൽ, അല്ലെ പേരന്റ് 1-ന് എ ബ്ലഡ് ഗ്രൂപ്പും പേരന്റ് 2-ന് ബി ബ്ലഡ് ഗ്രൂപ്പും ആയാൽ അവർക്കുണ്ടാവുന്ന കുട്ടികൾക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിലും ആകാം. എ ആവാം, ബി ആവാം, എ ബി ആവാം, ഒ ആവാം. നമുക്ക് നമ്മുടെ അടുത്ത ഗോൾഡൻ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ പ്രധാനമായിട്ടും കോശചക്രത്തിലെ ക്രമഭംഗത്തെ പറ്റിയിട്ടാണ് കാണാനായിട്ട് പോകുന്നത്. കോശചക്രം, സെൽ സൈക്കിൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തിന്റെയും ലൈഫ് സൈക്കിൾ ആരംഭിക്കുന്നത് ഒരു സൈഗോട്ടിലാണ്. ആ ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത് പുംബീജവും അണ്ഡവും സംയോജിച്ചാണ്. ഈ ഒരു സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അത് പിന്നീട് ഒരു ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ കോശ വിഭജനത്തിൽ നിന്ന് മറ്റൊരു വിഭജനത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന വിവിധ ഘട്ടങ്ങളെ കോശചക്രം അഥവാ സെൽ സൈക്കിൾ എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. ഇവിടെ നമുക്ക് കാണാം 2 ഫേസുകളുണ്ട്. കോശചക്രത്തിന് 2 ഫേസുകളാണുള്ളത്, ഇന്റർഫേസും വിഭജന ഘട്ടവും. ഇന്റർഫേസ് ഒരു സെല്ലിന്റെ തയ്യാറെടുപ്പ് ഘട്ടത്തെയാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. അടുത്തതാണ് എം ഫേസ്. ഫസ്റ്റ് ഘട്ടമാണ് ഇന്റർഫേസ്, കോശത്തിന്റെ തയ്യാറെടുപ്പ് കോശ വിഭജനത്തിന്റെ തയ്യാറെടുപ്പ് കാലഘട്ടമാണ് ഇന്റർഫേസ്. ദെൻ രണ്ടാമത്തെ ഘട്ടമാണ് ക്രമഭംഗം, എം ഫേസ്. അതറിയപ്പെടുന്നത് വിഭജന ഘട്ടം. കോശ വിഭജനത്തിന്റെ യഥാർത്ഥ വിഭജന കാലമാണ് വിഭജന ഘട്ടം, എം ഫേസ് എന്ന് അറിയപ്പെടുന്നു. ഓരോ സെല്ലിലും അവ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയം, കോശചക്രത്തിന്റെ സമയപരിധി ഓരോ ജീവികളിലും വ്യത്യസ്തമാണ്. മനുഷ്യകോശം ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയം 24 hours ആണ്. ഈ ഒരു 24 hours-ൽ 1 hour മാത്രമായിരിക്കും വിഭജന ഘട്ടത്തിൽ വരുന്നത്. ബാക്കി 95% ഓഫ് ദ ടൈം വരുന്നത് തയ്യാറെടുപ്പ്
ഘട്ടത്തിലാണ്. അതുപോലെ ഈസ്റ്റിന്റെ കേസിൽ 90 മിനിറ്റ്സ് ആണ് അതിന്റെ ഒരു സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് എടുക്കുന്നത്. നമുക്ക് ഇന്റർഫേസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, സെൽ ഓർഗനൽസിന്റെ നമ്പർ കൂടുന്നു, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു, സൈറ്റോപ്ലാസത്തിന്റെ അളവ് കൂടുന്നു, കോശത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ജനറ്റിക് മെറ്റീരിയൽ ജനിതക വസ്തു ഇരട്ടിയാകുന്നു. DNA ആണ് ജനിതക വസ്തു. ആ ജനിതക വസ്തു ഇരട്ടിയാകുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇന്റർഫേസ് തയ്യാറെടുപ്പ് ഘട്ടത്തിലാണ്. ഇന്റർഫേസ് കോശ വിഭജനത്തിന്റെ തയ്യാറെടുപ്പ് കാലത്തെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എങ്കിൽ തന്നെ നമ്മൾ ഇതിനെ കോശത്തിന്റെ വിശ്രമ അവസ്ഥ എന്നുകൂടി പറയാറുണ്ട്. ഒരു കോശം പൂർണ്ണ വളർച്ച എത്തുന്നത് ഇന്റർഫേസിലാണ്. അതിനുശേഷമാണ് അത് അതിന്റെ എം ഫേസിലേക്ക് കടക്കുന്നത്. പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒന്നുകൂടി ഓർക്കുക. കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു, കോശത്തിന്റെ വലുപ്പം കൂടുന്നു, ജനിതകവസ്തു DNA ഇരട്ടിയാകുന്നു. ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു ഇന്റർഫേസിന്റെ 3 ഘട്ടങ്ങളാണ്. 3 ഘട്ടങ്ങളായിട്ടാണ് ഇന്റർഫേസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് 1 G1 ഘട്ടം, എസ് ഫേസ് അഥവാ നിർമ്മാണ ഘട്ടം, സിന്തറ്റിക് ഫേസ് സിന്തറ്റിക് ഘട്ടം, G2 ഗ്യാപ്പ് 2. ഇതാണ് ഇന്റർഫേസിന്റെ 3 ഭാഗങ്ങൾ. ഈ ഓരോന്നിലും നടക്കുന്ന ഇവന്റ്സ് നമുക്ക് നോക്കണം. അതിന് മുന്നോടിയായിട്ട് എക്സാംസിലൊക്കെ കാണുന്ന ഒരു ഏരിയ ആണ് കോശചക്രത്തിന്റെ ക്രമം എന്താണെന്നുള്ളത്. കോശചക്രത്തിന്റെ ശരിയായ ക്രമം ഗ്യാപ്പ് 1 സിന്തറ്റിക് ഫേസ്, ഗ്യാപ്പ് 2 എം ഫേസ്. ഇതാണ് കോശചക്രത്തിന്റെ ശരിയായ ക്രമം. വളരെ പ്രധാനപ്പെട്ടതാണ്. G1S G2M. ഇത് ഓർത്തു വെക്കുക. സെൽ സൈക്കിളിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടമാണ് ഇന്റർഫേസ്. ഇന്റർഫേസിലെ 3 ഭാഗങ്ങൾ G1, S and G2. G1 ഗ്യാപ്പ് 1 എന്നറിയപ്പെടുന്നു. ഫേസ് ബിറ്റ്വീൻ എൻഡ് ഓഫ് എം ഫേസ്, എം ഫേസിന്റെ അവസാനവും അതുപോലെ തന്നെ എസ് ഫേസിന്റെ തുടക്കവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് G1 ഫേസ് എന്ന് പറയുന്നത്. G1 ഘട്ടം, ഫേസ് ബിറ്റ്വീൻ എൻഡ് ഓഫ് എം ഫേസ് ആൻഡ് ബിഗിനിങ് ഓഫ് എസ് ഫേസ്. ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റ്സ് ആണ് ആക്റ്റീവ് സിന്തസിസ് ഓഫ് RNA, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലിപ്പിഡ്. സിന്തസിസ് ഓഫ് RNA, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്. ദെൻ അടുത്തതാണ് എസ് ഫേസ്. എസ് ഫേസ് സിന്തറ്റിക് ഫേസ് അല്ലെങ്കിൽ നിർമ്മാണ ഘട്ടം എന്നറിയപ്പെടുന്നു. ഇറ്റ് ഇസ് എ ഫേസ് ബിറ്റ്വീൻ G1 ആൻഡ് G2. ഗ്യാപ്പ് 1ഉം ഗ്യാപ്പ് 2ഉം തമ്മിലുള്ള ഇടയിൽ കാണുന്ന ഇൻ ബിറ്റ്വീൻ കാണുന്ന ഫേസ് ആണ് സിന്തറ്റിക് ഫേസ്. ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റ് DNA റെപ്ലിക്കേഷൻ, ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ, DNAയുടെ ഉൽപാദനവും ഇരട്ടിക്കലും, സിന്തസിസ് ഓഫ് mRNA, ഹിസ്റ്റോൺസ് ആൻഡ് അതർ പ്രോട്ടീൻ. അതുപോലെ തന്നെ കോശദ്രവ്യത്തില് സൈറ്റോപ്ലാസത്തില് സെൻട്രിയോളുകളുടെ നമ്പർ ഇരട്ടിയാവുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് എസ് ഫേസിൽ നടക്കുന്നത്. ദെൻ ഗ്യാപ്പ് 2. ഗ്യാപ്പ് 2 വരുന്നത് ഫേസ് ബിറ്റ്വീൻ ടെർമിനൽ സിന്തസിസ് ആൻഡ് ബിഗിനിങ് ഓഫ് സെൽ ഡിവിഷൻ. ബിഗിനിങ് ഓഫ് സെൽ ഡിവിഷൻ. ഇവിടെ എം ഫേസിലാണ് സെൽ ഡിവിഷൻ, ന്യൂക്ലിയസിന്റെ ഡിവിഷനും സെല്ലിന്റെ ഡിവിഷൻ. ന്യൂക്ലിയസിന്റെ ഡിവിഷൻ 4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നു. സെല്ലിന്റെ ഡിവിഷൻ നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നു. സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ വരുന്നത്. ദെൻ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കാരിയോകൈനസിസ് എന്നും പറയുന്നു. നമ്മൾ അതാണ് ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത്. ഗ്യാപ്പ് 2വിൽ പ്രധാനമായും പ്രോട്ടീന്റെ സിന്തസിസ് ആണ് നടക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഘട്ടമാണ് ഗ്യാപ്പ് 2, G2 ഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരെണ്ണമാണ് G0. G0 ഇതിനെ ക്വോഷ്യന്റ് സ്റ്റേജ് എന്ന് പറയുന്നു, നിഷ്ക്രിയ ഘട്ടം. തുടർന്ന് നമ്മൾ പറഞ്ഞു സെൽസ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ചില സെൽസ് G1 ഘട്ടത്തിൽ നിന്ന് പിന്മാറി ഒരു നിഷ്ക്രിയമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് അവ പിന്നീട് ഡിവൈഡ് ചെയ്യാതിരിക്കുന്നു. നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസും എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നില്ലല്ലോ. സോ അങ്ങനെയുള്ള സെൽസിന് എക്സാമ്പിൾ ആണ് ഹൃദയകോശങ്ങൾ. ഹൃദയകോശങ്ങളൊക്കെ G1ന് ശേഷം അവ ഡയറക്റ്റ് G0യിലേക്കാണ് കയറുന്നത്. അങ്ങനെ ഒരു ഘട്ടം കൂടി സെൽ സൈക്കിളിലുണ്ട്. നമ്മൾ ഇന്റർഫേസ് കണ്ടു കഴിഞ്ഞു. G1S G2 ആണ് ഇന്റർഫേസ് വരുന്നത്. അതിനുശേഷമാണ് എം ഫേസിലോട്ട് പോകുന്നത്. എം ഫേസിലെ പ്രധാനപ്പെട്ട 2 ഇവന്റ്സ് ആണ് നടക്കുന്നത്, കാരിയോകൈനസിസും സൈറ്റോകൈനസിസും. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർമ്മ വിഭജനം. എം ഘട്ടം, എം ഫേസ് ആരംഭിക്കുന്നത് മർമ്മ വിഭജനത്തിൽ നിന്നാണ്. ഇവിടെ ഡോട്ട് ക്രോമോസോമുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മർമ്മ വിഭജനം എന്ന് പറയുന്നത്. പുത്രിക ക്രോമോസോമുകൾ വേർപിരിയുന്ന പ്രക്രിയയാണ് മർമ്മ വിഭജനം അഥവാ കാരിയോകൈനസിസ്. അത് 4 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. കാരിയോകൈനസിസ് നടക്കുന്നത് 4 ഘട്ടങ്ങളായിട്ട്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അതിനുശേഷമാണ്
കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കുന്നത്. കോശദ്രവ്യം സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. സൈറ്റോകൈനസിസ്. മർമ്മ വിഭജനത്തിനു ശേഷം കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കുന്നു. അതിനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. മാതൃകോശത്തിലെയും പുതുതായി രൂപപ്പെടുന്ന പുത്രികാ കോശങ്ങളിലെയും ക്രോമസോമുകളുടെ എണ്ണം ഒരുപോലെയാണ്. മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽ ആവുമ്പോൾ അതിലെ രണ്ടിലെയും ക്രോമസോം നമ്പറുകൾ സെയിം ആയിരിക്കും. മാതൃകോശത്തിലെയും പുതുതായി രൂപപ്പെടുന്ന പുത്രികാ കോശങ്ങളുടെയും ക്രോമസോമുകളുടെ എണ്ണം ഒരേപോലെ ആയതിനാൽ ഈ ഒരു വിഭജന രീതിയെ തുല്യഭാഗ വിഭജനം അഥവാ ഇക്വേഷണൽ ഡിവിഷൻ എന്നും പറയുന്നു. തുല്യഭാഗ വിഭജനം, മൈറ്റോസിസ്, ക്രമഭംഗം, തുല്യഭാഗ വിഭജനം, ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം മർമ്മ വിഭജനത്തെ 4 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. നമ്മൾ ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നു. ഒരിക്കൽ കൂടി ഓർക്കുക, എം ഫേസിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. കാരിയോകൈനസിസും സൈറ്റോകൈനസിസും, മർമ്മ വിഭജനവും കോശദ്രവ്യ വിഭജനവും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിവിഷനെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ അല്ലെങ്കിൽ തുല്യഭാഗ വിഭജനം എന്നാണ് പറയുന്നത്. അതിന് റീസൺ ആയിട്ടുള്ളത് മാതൃകോശത്തിലെയും പുതുതായിട്ട് രൂപപ്പെടുന്ന പുത്രികാ കോശങ്ങളുടെയും ക്രോമസോമുകളുടെ എണ്ണം ഒരുപോലെയാണ്. മൈറ്റോസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോഫേസ്. പ്രോഫേസിലെ ഇവന്റ്സ് നമുക്ക് പഠിക്കണം. കാരണം ഇത് ബേസ്ഡ് ആയിട്ടും PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇവന്റ് ആണ് ക്രോമോസോം കുറുകി തടിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ക്രോമോസോം കുറുകി തടിക്കുന്നു. ദെൻ അടുത്തൊരു ഇവന്റ് ആണ് ഇന്റർഫേസിൽ ഇരട്ടിച്ച സെൻട്രിയോസോമുകൾ കോശത്തിന്റെ വിപരീത ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നു. സെൻട്രിയോസോമുകൾ ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. കീലതന്തുക്കൾ രൂപപ്പെട്ടു തുടങ്ങുന്നു. കീലതന്തുക്കൾ മീൻസ് സ്പിൻഡിൽ ഫൈബേഴ്സ്. സ്പിൻഡിൽ ഫൈബേഴ്സ് രൂപപ്പെട്ടു തുടങ്ങുന്നത് പ്രോഫേസിലാണ്. കീലതന്തുക്കൾ രൂപപ്പെട്ടു തുടങ്ങുന്നു. ഓരോ സെൻട്രിയോസോമുകളും മൈക്രോ ട്യൂബ്യൂളുകളെ പുറപ്പെടുവിക്കുന്നു. ഇവ ആസ്റ്ററുകൾ എന്ന് അറിയപ്പെടുന്നു. ആസ്റ്ററുകളും കീലതന്തുക്കളും ചേർന്ന് മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഫോം ചെയ്യുന്നു. എന്തൊക്കെ ചേർന്നിട്ടാണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഫോം ചെയ്യുന്നതെന്ന് ഓർക്കുക. സ്പിൻഡിൽ ഫൈബേഴ്സും ആസ്റ്റേഴ്സും. സ്പിൻഡിൽ ഫൈബേഴ്സ് ആൻഡ് ആസ്റ്റേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഫോം ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു ഇവന്റ് ആണ് ന്യൂക്ലിയോളസും ന്യൂക്ലിയർ മെംബ്രെയിനും ഡിസപ്പയർ ചെയ്യുന്നത്. ന്യൂക്ലിയോളസിന്റെ മലയാളമാണ് മർമ്മകം. മർമ്മകവും മർമ്മസ്തരവും അപ്രത്യക്ഷമാകുന്നു. മർമ്മകവും മർമ്മസ്തരവും അപ്രത്യക്ഷമാകുന്നു. ഈ ഒരു പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഇത് പ്രോഫേസിന്റെ അവസാനമാണ്. ഇത് പ്രോഫേസിന്റെ ആരംഭഘട്ടമാണ്. ലാസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ മർമ്മസ്തരവും ന്യൂക്ലിയോളസ് എല്ലാം അപ്രത്യക്ഷമായി തുടങ്ങിയിരിക്കുന്നു. ഇത്രയും ഇവന്റ്സ് ആണ് പ്രോഫേസിൽ നടക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കീലതന്തുക്കൾ രൂപപ്പെടുന്നു. ഒരു മുൻ PSC ക്വസ്റ്റ്യൻ ആണ്. ഏത് ഫേസിലാണ്? എം ഫേസിലാണ്. എം ഫേസിലെ തന്നെ പ്രോഫേസിലാണ് കീലതന്തുക്കൾ രൂപപ്പെട്ടു തുടങ്ങുന്നത്. അടുത്തതാണ് മെറ്റാഫേസ്. മെറ്റാഫേസിലെ പ്രധാനപ്പെട്ട ഇവന്റ്സിലോട്ട് പോകുന്നു. മർമ്മസ്തരം പൂർണ്ണമായും അപ്രത്യക്ഷമാവുന്നു. അഥവാ ന്യൂക്ലിയർ മെംബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആവുന്നു. പ്രോഫേസിൽ ഓൾറെഡി അത് ഡിസപ്പിയർ ആവാൻ തുടങ്ങിയിരുന്നു. മർമ്മസ്തരം പൂർണ്ണമായും ഡിസപ്പിയർ ആവുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ഇവന്റ് ഇതാണ്. കീലതന്തുക്കൾ ക്രോമസോമുകളുടെ കൈനറ്റോകോറുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. കീലതന്തുക്കൾ മീൻസ് സ്പിൻഡിൽ ഫൈബേഴ്സ്. സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോമുകളുടെ കൈനറ്റോകോറുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നു. നമുക്ക് എന്താണ് കൈനറ്റോകോർ എന്നൊന്ന് മനസ്സിലാക്കാം. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്റർഫേസിൽ ക്രോമസോംസ് വളരെ ലെന്തി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ലെന്തി ആയിട്ട് തിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അത് ഈ ഒരു കോശ വിഭജനത്തിലേക്ക് എത്തുമ്പോഴാണ് അത് കണ്ടൻസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പ്രോഫേസിൽ ക്രോമോസോം കണ്ടൻസേഷനെ കുറിച്ച് കണ്ടിരുന്നു. അങ്ങനെ കണ്ടൻസ് ചെയ്ത് അത് ചുരുണ്ട് കുറുകി ഒരു വ്യക്തമായിട്ടുള്ള ക്രോമോസോം ആയിട്ട് മാറുന്നു. ഓരോ ക്രോമസോമിനും 2 ഇതളുകളാണുള്ളത്. ഈ ഓരോ ഇതളുകളെയാണ് നമ്മൾ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ക്രോമാറ്റിഡ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഈ ഇതളുകളെയാണ് ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ക്രോമാറ്റിഡ്സ് മീറ്റ് ചെയ്യുന്ന ഏരിയ, ഇതിന്റെ ഒരു സംഗമ സ്ഥാനത്തെ ആണ് നമ്മൾ സെൻട്രോമിയറിക് റീജിയൻ. സെൻട്രോമിയർ എന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ സെൻട്രോമിയറിക് റീജിയൻ, സെൻട്രോമിയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്ക് ആകൃതിയിൽ കാണുന്ന ഈ ഒരു ഘടനയാണ് നമ്മൾ കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഈ ഒരു കൈനറ്റോകോറുമായിട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഈ ഒരു കൈനറ്റോകോർ, ഈ ഒരു ഏരിയയിൽ കാണുന്ന ഈ ഒരു യെല്ലോ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതിനെയാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഈ ഒരു കൈനറ്റോകോറുമായിട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്, കീലതന്തുക്കൾ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അടുത്ത നമ്മുടെ പോയിന്റിലോട്ട് പോകുന്നു. 2 ധ്രുവങ്ങളിൽ നിന്നും പുറപ്പെടുന്ന കീലതന്തുക്കളിലൂടെ ക്രോമോസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങി മെറ്റാഫേസ് പ്ലേറ്റ് ക്രമീകരിക്കപ്പെടുന്നു. മെറ്റാഫേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യം കൂടെയാണ്, മെറ്റാഫേസ് പ്ലേറ്റ് രൂപപ്പെടുന്നു.
ക്രോമസോംസ് എല്ലാം ഈ ഒരു ഇക്വേറ്റർ റീജിയണിൽ മെറ്റാഫേസ് പ്ലേറ്റ് റീജിയണിൽ അസംബിൾ ചെയ്യുന്നത്. ഇത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. പ്രധാനപ്പെട്ട പോയിന്റ് ഇതുകൂടിയാണ്. കീലതന്തുക്കൾ ക്രോമസോമുകളുടെ കൈനറ്റോകോറുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. അടുത്തതാണ് അനാഫേസ്. അനാഫേസിലെ ഇവന്റ്സിലോട്ട് പോകാം. സെൻട്രോമിയറുകൾ വിഭജിച്ച് ക്രോമാറ്റിഡുകൾ വേർപിരിയുന്നു. നമ്മൾ ഓൾറെഡി സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കണ്ടിരുന്നു. ദെൻ ക്രോമാറ്റിഡുകൾ വിപരീത ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നു. ക്രോമാറ്റിഡുകൾ ഓപ്പോസിറ്റ് പോൾസിലോട്ട് പോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് അനാഫേസിൽ നടക്കുന്നത്. മർമ്മ വിഭജനത്തിന്റെ ലാസ്റ്റത്തെ ഫേസ് ആണ് ടീലോഫേസ്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്ത രണ്ട് ഓപ്പോസിറ്റ് പോൾസ് ഉണ്ടല്ലോ, ആ ഓരോ ഓപ്പോസിറ്റ് പോൾസിലോട്ടും ക്രോമസോംസ് മൂവ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് അവയുടെ രൂപം നഷ്ടപ്പെടുന്നു. നമ്മൾ പ്രോഫേസിൽ കണ്ടൻസേഷൻ നടക്കുമെന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഡീകണ്ടൻസേഷൻ ആണ് നടക്കുന്നത്. ക്രോമസോംസിന്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നു. എന്നിട്ട് ഈ ഓരോ പോൾസിലുമുള്ള ക്രോമസോംസിന് ചുറ്റുമായിട്ട് മർമ്മസ്തരം ന്യൂക്ലിയർ മെംബ്രെയിൻ റീഅപ്പിയർ ചെയ്യുന്നു. അങ്ങനെ ഒരു സെല്ലിനകത്ത് രണ്ട് പുത്രികാ മർമ്മങ്ങൾ ഉണ്ടാകുന്നു. ഒരു സെല്ലിനകത്ത് രണ്ട് പുത്രികാ മർമ്മങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ, മർമ്മത്തിന്റെ ഡിവിഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ മർമ്മകം, ന്യൂക്ലിയോളസ്, ഗോൾജി വസ്തുക്കൾ, അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഇവയെല്ലാം റീഅപ്പിയർ ചെയ്യുന്നു, വീണ്ടും ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ കാരിയോകൈനസിസ് കഴിഞ്ഞു. ഇനി നടക്കേണ്ട സ്റ്റേജ് എന്നുള്ളത് സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ ആണ്. അതിനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ, സൈറ്റോകൈനസിസ്. കോശദ്രവ്യം കൂടി വിഭജിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് കോശവിഭജനം പൂർണ്ണമാകുന്നത്. കോശദ്രവ്യ വിഭജനം അഥവാ സൈറ്റോകൈനസിസ് എന്നാണ് അറിയപ്പെടുന്നത്. കോശദ്രവ്യത്തിന്റെ വിഭജനം സൈറ്റോകൈനസിസ് എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസിന്റെ വിഭജനം അഥവാ കാരിയോകൈനസിസ് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെൽസിലും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ സൈറ്റോകൈനസിസിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അതാണ് കാണാനായിട്ട് പോകുന്നത്. ആനിമൽ സെൽസിന്റെ കേസിൽ പ്ലാസ്മ സ്തരം ഉള്ളിലേക്ക് ചുളുങ്ങുകയാണ് ചെയ്യുന്നത്. പ്ലാസ്മ സ്തരം കോശത്തിന്റെ മധ്യഭാഗത്തിലേക്ക് ഉൾവലിയുന്നു. അതിനുശേഷം ഈ ഒരു ചുളിവുകൾ കോശദ്രവ്യത്തിനകത്തേക്ക് വളർന്ന് മധ്യഭാഗത്ത് വെച്ച് കൂടിച്ചേർന്ന് കോശദ്രവ്യത്തെ രണ്ടായിട്ട് മുറിക്കുന്നു. അതിനുശേഷം രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലാണ് ആനിമൽ സെൽസിൽ കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കുന്നത്. പ്ലാന്റ് സെല്ലിൽ എങ്ങനെയാണ് കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കുന്നതെന്ന് കാണാം. നമുക്കറിയാവുന്ന ഒരു പോയിന്റ് ആണ്, പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് പ്ലാന്റ് സെല്ലിൽ സെൽ വോൾ പ്രസന്റ് ആണ്. ഈ ഒരു സെൽ വോൾ ആണ് ആ ഒരു സസ്യകോശത്തെ പൊതിഞ്ഞുകൊണ്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ സസ്യങ്ങളിൽ കോശഭിത്തിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് കോശത്തിന്റെ നടുവിൽ നിന്നാണ്. നമുക്ക് ഒരു പിക്ചർ കാണാം. ഈ ഒരു സെല്ലിലെ രണ്ട് ന്യൂക്ലിയസുകൾ കാണാം. ഈ രണ്ട് ന്യൂക്ലിയസ് കാരിയോകൈനസിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ഇനി ഇതിൽ ഡിവൈഡ് ചെയ്യപ്പെടേണ്ടത് ഇതിന്റെ സൈറ്റോപ്ലാസം ആണ്, കോശദ്രവ്യമാണ്. സോ അതിന്റെ നടുവിലായിട്ട്, ഈ ഒരു സെല്ലിന്റെ നടുവിലായിട്ട് ചെറുസ്തര സഞ്ചികൾ രൂപപ്പെടുന്നു. ഈ ഒരു കാണിച്ചിരിക്കുന്നു, നടുവിലാണ് ഇത് രൂപപ്പെടുന്നത്. അത് പിന്നീട് ജോയിൻ ചെയ്ത് ഒരു സെൽ പ്ലേറ്റ് ആയിട്ട് രൂപപ്പെടുന്നു. ആ ഒരു ചെറുസ്തര സഞ്ചികൾ ചേർന്ന് കോശബലകം രൂപപ്പെടുന്നു, സെൽ പ്ലേറ്റ്. കോശബലകം എന്ന് കാണിച്ചിരിക്കുന്നത് സെൽ പ്ലേറ്റ് ആണ്. ഈ ഒരു കോശബലകം ഇരുവശങ്ങളിലേക്കും വളർന്നിട്ട് അത് പ്ലാസ്മ സ്തരവുമായിട്ട് ചേരുന്നു. പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ചേർന്ന് രണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു. ഒരു പുതിയ കോശഭിത്തി നിർമ്മിക്കപ്പെടുന്നതിന് മുന്നോടിയായി രൂപം കൊള്ളുന്ന കോശബലകം, സെൽ പ്ലേറ്റ് ആണ് പിന്നീട് നമ്മൾ മിഡിൽ ലാമെല്ല ആയിട്ട് പറയുന്നത്. സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷന്റെ സമയത്താണ് മൈറ്റോകോൺട്രിയകളും മറ്റ് സെൽ ഓർഗനൽസും ഒക്കെ രണ്ട് പുത്രികാ കോശങ്ങൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. കോശവിഭജന സമയത്ത് മൈറ്റോകോൺട്രിയകളും ജൈവകണങ്ങൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിഡുകളാണ്. പ്ലാസ്റ്റിഡുകളും മൈറ്റോകോൺട്രിയകളൊക്കെ ഡോട്ടർ സെൽസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, നമ്മളിപ്പോൾ പറഞ്ഞു കാരിയോകൈനസിസ് നടക്കുന്നു, അതിനുശേഷം സൈറ്റോകൈനസിസ് നടക്കുന്നു. ചില ജീവികളിൽ ഈ ഒരു കാരിയോകൈനസിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു സെല്ലിനകത്ത് ധാരാളം ന്യൂക്ലിയസ്, ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ഉണ്ടാകുന്നു. ഈ ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനെ പറയുന്ന പേരാണ് സിൻസീഷ്യം. ചില ജീവികളിൽ മർമ്മ വിഭജനത്തെ തുടർന്ന് കോശദ്രവ്യ വിഭജനം നടക്കാറില്ല. തന്മൂലം ധാരാളം മർമ്മങ്ങളുള്ള അവസ്ഥയുണ്ടാകുന്നു. ഇതിനെ സിൻസീഷ്യം എന്ന് വിളിക്കുന്നു. ഈ ഒരു ടേം ഓർത്തിരിക്കുക, സിൻസീഷ്യം. ഇതിനൊരു എക്സാമ്പിൾ ആണ് തേങ്ങാവെള്ളം. തേങ്ങാവെള്ളത്തിൽ നമുക്കറിയാം ലിക്വിഡ് എൻഡോസ്പേം ആണ്, ദ്രവരൂപത്തിലുള്ള ബീജാനമാണ്. ദ്രവരൂപത്തിലുള്ള ബീജാനം ലിക്വിഡ് എൻഡോസ്പേം ആണ്.
തേങ്ങാവെള്ളം ഒരു സിൻസീഷ്യത്തിന് എക്സാമ്പിൾ ആണ്. ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്. ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെൽ സൈക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ PSCക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഏരിയയാണ് ചെക്ക് പോയിന്റ്സ് ഇൻ സെൽ സൈക്കിൾ. ഇതൊരു ഡിഗ്രി ലെവൽ ഏരിയ ആണ്. നമ്മൾ ചില ബേസിക് പോയിന്റ്സുകൾ മാത്രമാണ് നോക്കുന്നത്. സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു സെല്ലിൽ കറക്റ്റ് ആയിട്ടാണോ ഇവന്റ്സുകൾ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോ സെൽ സൈക്കിളിലും 3 ചെക്ക് പോസ്റ്റുകളുണ്ട്. 3 ചെക്ക് പോസ്റ്റുകൾ, G1 ചെക്ക് പോയിന്റ്, G2 ചെക്ക് പോയിന്റ്, ദെൻ സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ്. ഓരോ ചെക്ക് പോസ്റ്റിലും ഓരോ ഇവന്റ്സ് ആണ് നടക്കുന്നത്. നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട, എങ്കിലും അറിഞ്ഞിരിക്കുക സെല്ലിന്റെ സൈസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്, DNA റെപ്ലിക്കേഷൻ, ക്രോമസോമുകളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ കീലതന്തുക്കളുടെ അറ്റാച്ച്മെന്റ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ചെക്ക് പോയിന്റ്സ് സെൽ സൈക്കിളിൽ കാണാം. അത്തരത്തിലുള്ള 3 ചെക്ക് പോസ്റ്റുകൾ സെൽ സൈക്കിളിലുണ്ട്. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് പ്രത്യേകം എൻസൈമുകളാണ്. അതിലെ പ്രധാനപ്പെട്ട എൻസൈമാണ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകൾ. സൈക്ലിൻ ആശ്രിത കൈനേസുകൾ, CDKs എന്ന് പറയും. പ്രധാന പ്രോട്ടീനുകൾ സൈക്ലിൻ ആശ്രിത കൈനേസുകൾ, സൈക്ലിൻ എന്നിവയാണ് ഈ ഒരു പ്രക്രിയയെ നിയന്ത്രിക്കുന്നത്. നമുക്ക് അറിയാവുന്ന മറ്റൊരു പോയിന്റ് ആണ് അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ആണ് ക്യാൻസറിന്റെ ഒരു കോസ് ആയിട്ടുള്ളത്. അതിനെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ക്യാൻസറിന്റെ മുഖമുദ്രയായ അനിയന്ത്രിതമായ കോശവിഭജനത്തെ തടയുന്നത് ഇത്തരത്തിലുള്ള ചെക്ക് പോയിന്റ്സ് ആണ്. അതിനെ നിയന്ത്രിക്കുന്നത് ഈ ഒരു സെൽ സൈക്കിളിലെ ചെക്ക് പോയിന്റ്സിന്റെ പ്രസൻസ് ആണ്. ഓർത്തിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. സെൽ സൈക്കിളിൽ കാണുന്ന എൻസൈംസ് അറിയപ്പെടുന്ന പേര് സൈക്ലിൻ ആശ്രിത കൈനേസുകൾ, CDKs. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് നമുക്കൊരു 3 പോയിന്റ്സിൽ ഒതുക്കാം. ഫസ്റ്റ് വൺ, മാതൃകോശത്തിന്റെ അതേ ജനിതക സ്വഭാവമുള്ള 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. ഇക്വേഷണൽ ഡിവിഷൻ ആണ് നടക്കുന്നത്. മാതൃകോശത്തിന്റെ അതേ ജനിതക സ്വഭാവമുള്ള 2 പുത്രികാ കോശങ്ങളാണ് ഉണ്ടാകുന്നത്. അടുത്ത പോയിന്റ് ആണ്, മാതൃകോശത്തിന്റെ അതേ ക്രോമസോം നമ്പർ ആയിരിക്കും പുത്രികാ കോശങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ദെൻ മൂന്നാമത്തതാണ് സെൽ റിപ്പയറിങ്ങിന് സഹായിക്കുന്നു. ക്രമഭംഗം വഴി കോശങ്ങളിലെ കേടുപാടുകൾ പരിഹരിക്കപ്പെടുന്നു. ഈ ഒരു 3 കാര്യങ്ങളാണ് ക്രമഭംഗത്തിന്റെ പ്രാധാന്യം എന്നതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് പ്രീവിയസ് ഇയറിലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഈ ഒരു മൈറ്റോസിസിൽ നിന്ന്, ക്രമഭംഗത്തിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: പ്രോട്ടിയേസ്, അമൈലേസ്, കൈനേസ്, റിഡക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. കോശചക്രത്തിൽ ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ചെക്ക് പോയിന്റ്സിനെ നിയന്ത്രിക്കുന്നത് പ്രധാനമായും സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകളാണ്. സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകൾ, CDKs, സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകൾ. സോ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ കൈനേസ് ആണ്. കോശചക്രത്തിലെ വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത് കൈനേസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. കോശവിഭജനത്തിൽ DNA-യുടെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടമാണ്. കോശവിഭജനത്തിൽ DNA-യുടെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടമാണ്. ഓപ്ഷൻസ്: G1 ഘട്ടം, സിന്തറ്റിക് ഘട്ടം, G2 ഘട്ടം, മൈറ്റോട്ടിക് ഘട്ടം. മൈറ്റോട്ടിക് M phase, S phase, then G1, G2. ഇന്റർഫേസിലാണ് G1, G2, സിന്തറ്റിക് ഘട്ടം. ഇവ മൂന്നും വരുന്നത് ഇന്റർഫേസിലാണ്. ഇന്റർഫേസിലാണ് DNA-യുടെ ഇരട്ടിക്കൽ നടക്കുന്നത്. DNA-യുടെ ഇരട്ടിക്കൽ നടക്കുന്നത് ഇന്റർഫേസിലെ സിന്തറ്റിക് ഘട്ടത്തിലാണ്, S ഫേസിലാണ്. സോ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. കോശചക്രത്തിന്റെ ശരിയായ ക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? കോശചക്രത്തിന്റെ ശരിയായ ക്രമം ഓപ്ഷൻസ് തന്നിരിക്കുന്നു. നമുക്കറിയാം G1S, G2M. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. G1S, G2M. G1S, G2M. ഇതാണ് കോശചക്രത്തിന്റെ ശരിയായിട്ടുള്ള ക്രമം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത്, ഇത് ഇച്ചിരി കൺഫ്യൂഷനിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കോശചക്രത്തിൽ ആദ്യം നടക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. കോശചക്രമല്ല, ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത്. ഓപ്ഷൻ: കീലതന്തുക്കളുടെ രൂപീകരണം, സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ, DNA ഇരട്ടിക്കൽ, പുത്രികാ കോശങ്ങളുടെ വളർച്ച, കോശഭിത്തികളുടെ രൂപീകരണം. ഇവിടെ ക്രമഭംഗം M ഫേസിൽ ആദ്യം നടക്കുന്നത് കീലതന്തുക്കളുടെ രൂപീകരണമാണ്. പ്രോഫേസിലാണ് കീലതന്തുക്കളുടെ രൂപീകരണം ആരംഭിക്കുന്നത്. സോ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് കീലതന്തുക്കളുടെ രൂപീകരണമാണ്. അതേസമയം കോശചക്രത്തിൽ ആദ്യം നടക്കുന്നത് DNA-യുടെ ഇരട്ടിക്കലാണ്. കോശചക്രത്തിൽ
സിന്തറ്റിക് ഘട്ടത്തിൽ DNA യുടെ ഇരട്ടിക്കൽ നടക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും അവസാനം നടക്കുന്ന കാര്യത്തിൽ വരുന്നതാണ് കോശഭിത്തിയുടെ രൂപീകരണം, പുത്രികാ കോശങ്ങളുടെ വളർച്ച. ഇതൊക്കെ ഏറ്റവും ലാസ്റ്റ് നടക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ബേസ്ഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് കൂടി ഇവിടെ ആഡ് ചെയ്യുന്നു. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഏത് പോർഷനിൽ നിന്നാണ് ഈ ഒരു ക്ലാസ് എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. മൊഡ്യൂൾ 2 ഫിസിയോളജി പാർട്ടിലാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സിനെ പറ്റി കാണുന്നത്. അതുപോലെ മൊഡ്യൂൾ 3 സെൽ ബയോളജി പോർഷനിലാണ് നമ്മൾ സെൽ ഡിവിഷനെ പറ്റിയിട്ട് പഠിക്കേണ്ടതുള്ളത്. അപ്പോൾ ഒരുപാട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മൊഡ്യൂളുകളാണ് അവ. അതുപോലെ ആ യൂണിറ്റ്സിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നതുമാണ്. നമുക്ക് കമന്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ആൻസർ ഒന്ന് ആഡ് ചെയ്തേക്കുക. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലോക രക്തദാന ദിനം. ലോക രക്തദാന ദിനം എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മെറ്റാഫേസ് ഘട്ടത്തിൽ കീലതന്തുക്കൾ അഥവാ സ്പിൻഡിൽ ഫൈബേഴ്സ് എവിടെയാണ് ബന്ധിപ്പിക്കപ്പെടുന്നത്? ഓക്കെ, ഈ ഒരു 3 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യേണ്ടത്. ടോസ് അക്കാഡമിയിൽ SSA എല്ലാ സബ്ജക്ട്സിനുമുള്ള ഓൺലൈൻ കോച്ചിങ്സ് അവൈലബിൾ ആണ്. ഡീറ്റെയിൽസിനായിട്ട് ഈ ഒരു നമ്പറിൽ, സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.